ഒരു ഇൻട്രോ വരാനില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻ്റെ വീട്. ഇന്ന് അനുവിൻ്റെ ഒരു ഇൻട്രോയോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട് പാർപ്പുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണല്ലോ. അപ്പോൾ അങ്ങോട്ട് ഏട്ടൻ്റെ വീട്ടിലേക്കൊന്ന് പോകാനുണ്ട്. അവിടെ 1-2 യൂണിഫോമൊക്കെ തയ്ക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തയ്ക്കണം. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും കുറ്റൂസയ്ക്ക് പോകണം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടുത്തെ ഏട്ടൻ്റെ മക്കളൊക്കെ കൂട്ടിയിട്ട് കടൽ കാണാൻ പോകണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് മുറ്റടി, പാത്രം കഴുകൽ, അലക്കൽ അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ചോറിന് തീയിരിക്കുന്ന ആ സമയത്താണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അതിന് മുന്നേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിരുന്നു, പക്ഷെ അതൊന്നും ക്യാമറ ഓണാക്കാതെ അങ്ങനെ വെച്ചതായിരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് ക്യാമറ ഓണല്ല എന്നുള്ളത് അറിഞ്ഞത്. പിന്നെ അതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ ചോറിന് തീ പിടിപ്പിക്കുന്ന ആ സമയം മുതലുള്ള ആണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ അങ്ങനെ ഞാനിത് അലക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അകമൊക്കെ അടിച്ച് വാരി തുടയ്ക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ വീടിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമേ കേട്ടോ നിലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് മിനുസപ്പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് തുടയ്ക്കലുണ്ട്, മിനുസപ്പെടുത്തിയിട്ടൊന്നുമില്ല. അത് വിരിച്ച പാടാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ തുടച്ചതിന് ശേഷം പിന്നെ മീൻ നന്നാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണല്ലോ. പിന്നെ മീൻ നന്നാക്കുന്ന സമയത്തൊക്കെ വീഡിയോ എടുത്താൽ പിന്നെ ഫോണുമ്പോൾ തൊടുമ്പോൾ ഫോണൊക്കെ മണക്കുന്നുള്ളത് കൊണ്ട് പിന്നെ മീൻ നന്നാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ നേരത്തെ പോവും വേണം. ഇപ്പോൾ വേഗം മീനൊക്കെ നന്നാക്കിയിട്ടാ. പിന്നെ ഞാൻ രാവിലെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ക്യാമറ ഓണാക്കാതെ വെച്ചെന്ന്. അപ്പോൾ ഞാൻ നോക്കാൻ വേണ്ടി ഫോൺ ഇങ്ങോട്ട് എടുത്തപ്പോൾ ഇതാണ് കേട്ടോ നമ്മളടുത്തുള്ളൊരു സ്റ്റാൻഡ്. ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. വലിയ വിലയിലൊന്നും മേടിക്കാനായിട്ടുള്ളതില്ലാത്തതുകൊണ്ട് മീഷോന്ന് 170 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് മേടിച്ചത്. ഇതവിടെ ഒരു ഭാഗത്ത് വെച്ചാൽ അവിടെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ അതിങ്ങോട്ട് ഞാൻ എടുത്ത സമയത്ത് അതെൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വീണ് ഫോൺ വെക്കണ ഭാഗമുണ്ടല്ലോ അതുകൊണ്ട് പൊട്ടിപ്പോയിട്ടാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കാമെന്നൊന്നും അറിയില്ല. പിന്നെ ഞാനിതാ ഇവിടെ ഇങ്ങനെ ചുമരുമ്പോൾ ഫോൺ ചാരി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ എടുത്തത്. നേരം മറിച്ച് ആ സ്റ്റാൻഡ് ഉണ്ടാകാൻ കുറച്ചും കൂടി ഒരു വൃത്തി ഉണ്ടാവും കേട്ടോ. നമ്മൾ നിലമൊന്നും കാണൂല. നമുക്ക് അങ്ങനെ ഫോണ് നിലത്തൊക്കെ ഇങ്ങനെ ചാരി വയ്ക്കുമ്പോൾ നിലത്തിൻ്റെ ആ ഭാഗമൊക്കെ കാണും. അപ്പോൾ കുറേ ഒരു പാടാണ്. സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖം എന്നല്ല, കുറച്ചും കൂടി വീഡിയോ കാണുമ്പോൾ എനിക്ക് കാണുമ്പോൾ ഒരു ഇതാണ്. പിന്നെ ഞാനിതാ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫോൺ വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ മീഷോന്ന് ഒന്നും കൂടി ഓർഡർ ചെയ്യണം. വലിയ ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ. ആ സ്റ്റാൻഡിന് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ ശ്രദ്ധിച്ച് കൊണ്ടുനടന്നാൽ കുറച്ച്. ഇപ്പം ഞാനിപ്പോൾ 2 മാസത്തിന് മേലെ ആയിട്ടപ്പോൾ ഉപയോഗിക്കുന്നത്. 170 രൂപയായിരുന്നു മീഷോയിൽ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുനടന്നാൽ കുറച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. പൊട്ടാനൊന്നും ഉള്ള ഇതായിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് എന്തോ ഇതിലങ്ങോട്ട് ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്താണെന്ന് സംഭവിച്ചെന്നറിയില്ല, അങ്ങോട്ട് വീണ് പൊട്ടി. അത് ധൃതിയിൽ പണിയെടുക്കുന്ന സമയത്തേ അങ്ങനെ വീണതാണ്. സാരമില്ല, ഇനി വേറെ വാങ്ങാൻ പറ്റുമോ നോക്കണം. അങ്ങനെ പിന്നെ ഞാനിതാ ചെമ്മീനാണ് കേട്ടോ മീൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചെമ്മീനിന് വേണ്ടിയിട്ട് ഞാനിതാ തേങ്ങ ഒക്കെ അരച്ചിട്ട് ചെമ്മീനും തേങ്ങ അരച്ചതും അതിലേക്ക് 2 തക്കാളി, ഒരു 5-6 പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ ചോറ് വെന്ത അടുപ്പത്ത് തന്നെ അങ്ങനെ കറിക്ക് വെച്ചിരിക്കാൻ കേട്ടോ. ഇനി ചോറും കറിയൊക്കെ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അവിടെ പോയിട്ട് ആ യൂണിഫോം അടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ കുറ്റൂസയ്ക്ക് പോകാനും ഉണ്ട്. വെച്ചാൽ
ഞാൻ വരുന്ന സമയത്ത് അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാന്ന് പറഞ്ഞാൽ വരുന്ന സമയത്ത് ഞാൻ പിന്നെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ആകായിട്ട് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഇടുന്ന മാക്സികളൊക്കെ എൻ്റെ അമ്മയുടെ മാക്സികളാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് എന്തായാലും പോകണം, കുറ്റൂസിക്ക് പോകാനുള്ളതുകൊണ്ട് എന്തായാലും പോകണം. അങ്ങനെ പിന്നെ അച്ഛൻ ഇതാ ലക്കിനെ നടത്തിക്കാൻ കൊണ്ടുപോയതാണ് കേട്ടോ. രാവിലെ അവനെ കുറച്ച് നേരം നടത്തി അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പുറത്തേക്ക് അങ്ങോട്ട് പോകട്ടാ. പിന്നെ ഞാൻ വേഗം 8:30 ഇനിയിപ്പോൾ വേഗം ഇല്ലയെന്ന് വിചാരിച്ച് വേഗം ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടാണ്. ഇത് ഞാനിവിടെ ഏട്ടൻ്റെ വീട്ടിൽ വന്ന് വേഗം വന്ന് കട്ട് ചെയ്ത് അതൊക്കെ അടിച്ച്, കാരണം വീഡിയോ എടുക്കാൻ നിന്നാൽ അതൊന്നും നടക്കില്ല. അത് കാരണം ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കട്ട് ചെയ്യണതോ അടിക്കണതോ. പിന്നെ അമ്മ വീട്ടിലുണ്ടായിരുന്നു, എന്നാലും ചോറ് ഞാൻ വെച്ചിട്ട് അമ്മ കറി വെച്ച് മീനും നന്നാക്കി കൊടുത്തു. അപ്പോൾ പിന്നെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു വരാനായിട്ട്. അപ്പോൾ 1 മണിയൊക്കെ ആകുമ്പോൾ പോവാമെന്ന് പറഞ്ഞ കാരണം പിന്നെ ഞാൻ ചോറും വെച്ച് കൊടുത്ത് അതേപോലെ മീനും നന്നാക്കി കൊടുത്ത്. പിന്നെ അങ്ങനെ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് ഇങ്ങനെ ഞാനും മോളും കൂടിയാണ് കേട്ടോ കുറ്റൂസിക്ക് പോണത്. അങ്ങനെ ഞങ്ങൾ റോട്ടുമ്മയ്ക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവർ ചേച്ചിമാർ രണ്ടാളും ഓട്ടോയിൽ വരാം, അപ്പോൾ അവിടെ റോട്ടുമ്മ വന്ന് നിന്നാൽ മതി എന്നിട്ട് അങ്ങനെ ഞങ്ങൾ റോട്ടുമ്മ വന്ന് നിന്നതാണ് കേട്ടോ. പിന്നെ കുറ്റൂസിക്ക് പോയിട്ട് പിന്നെ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ, കാരണം നല്ല തിരക്കായിരുന്നു. അത് കാരണം അവിടെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. 1-2 വീഡിയോ ഒക്കെ ഞാൻ എടുത്തു, പക്ഷേ അതൊന്നും വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തണില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ വൈകുന്നേരത്തെ ആണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. എന്താ ഏട്ടൻ്റെ മക്കളാണ് ഇവർ രണ്ടാളും. ആ കുറ്റൂസ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ പഴയകാല കുട്ടിക്കാലത്തുള്ളൊരു കൂട്ടുകാരിയായിരുന്നു. പിന്നെ നമ്മുടെ അയൽവാസിയാണ് കേട്ടോ എൻ്റെ വീട്ടിൻ്റെ. അപ്പം വൈകുന്നേരം ആയപ്പം അവിടെ ബിരിയാണിയൊക്കെ ബാക്കി വന്നപ്പോൾ അതങ്ങനെ അവർ നമ്മളവിടേക്ക് കൊടുത്തയച്ചതാണ് കേട്ടോ. പിന്നെ ആ ബിരിയാണിയൊക്കെ തിന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ വൈകുന്നേരമൊക്കെ ആയ പിന്നെ ഇതാണ് കേട്ടോ പണി. നമ്മൾ ഈ കൊലായ്മ അവിടെ അങ്ങനെ വന്നിരുന്നിട്ട് ചേച്ചിയും വരും, ചേച്ചിയുടെ മക്കളും വരും. പിന്നെ അങ്ങനെ അവിടെ ഇരുന്ന് കുറേ വർത്താനമൊക്കെ പറയും, കുറേ കളിക്കും, കടങ്കഥ കളിക്കും, കടങ്കഥ പറഞ്ഞ് കളിക്കുക, അതേപോലെ അന്താക്ഷരി കളിക്കുമല്ലോ അങ്ങനെ ചെയ്യും, കള്ളനും പോലീസും കളിക്കുക, മറ്റേ പൂജ്യം വെട്ടി കളിക്കുക, SOS കളിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നേരം അവിടെ ഇരിക്കും. പിന്നെ ലക്കി കുറേ നേരം നമ്മളെ കൂടെ വരും. നമ്മൾ ചോറുണ്ണുമ്പോൾ നമ്മളെ വളർത്തുന്ന പൂച്ചയൊന്നുമല്ല കേട്ടോ, നമ്മളെ വീട്ടിലങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറമ്പിൽ നടക്കുന്ന പൂച്ചയാണ്. അപ്പോൾ വന്നപ്പം അതിന് ചോറൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഓരോരോ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എന്താ പറയുക, മോള് ഏട്ടൻ്റെ ഇളയ മോളാണ് കേട്ടോ അത് മേലെ ഇരിക്കുന്നത്. അപ്പോൾ അവളെ കാണില്ല എന്ന് പറഞ്ഞ് നീങ്ങി വരികയാണ്. പിന്നെ അത് അങ്ങനെ അവരവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിതവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അവളോട് പറയുന്നത് ഇൻട്രോ പറഞ്ഞോണ്ടോ, എങ്ങനെ ഇൻട്രോ പറയാമെന്ന് എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞോണ്ടാന്ന് പറഞ്ഞിട്ട് പറയിപ്പിക്കുകയാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തിരക്ക് പിടിച്ചൊരു ഞായറാഴ്ച ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ വീണ്ടും എന്നും പറയുന്ന പോലെ തന്നെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.